ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മളെ സയന്റിഫിക് ഓഫീസറുടെ ഒരു പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കെമിസ്ട്രിയിലെ ഒരു പുതിയൊരു ടോപ്പിക്കാണ് സയന്റിഫിക് ഓഫീസറുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, യെസ്, ടോപ്പിക് ഇതാണ്, കെമിക്കൽ കൈനറ്റിക്സ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഈ ഒരു ടേമിൽ തന്നെയുണ്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്? കൈനറ്റിക്സ് മീൻസ് എന്താണ്? മൂവ്മെന്റ് അല്ലെങ്കിൽ സ്പീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പഠിക്കുന്നത്, അല്ലെ? അതിൽ ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് നോക്കാം, കെമിക്കൽ റിയാക്ഷൻസ് ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അല്ലെ? അതിൽ ചിലതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പസ്റ്റൻ, റസ്റ്റ്, ഡൈജഷൻ, ഫോട്ടോസിന്തസിസ്, ബാറ്ററീസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്, അല്ലെ? ആ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ മെക്കാനിസം, അതിന്റെ ടൈം എത്രയാണ്, അതിന്റെ സ്പീഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് തുടങ്ങാം. ഓക്കെ, chemical kinetics is the branch of chemistry that studies the rates of chemical reactions, the factors that affect these rates, and the mechanism by which reactions occurs. അല്ലെ? നിങ്ങൾ നോക്കുക, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ്. ദാറ്റ് സ്റ്റഡീസ് ദ റേറ്റ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അല്ലെ? കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ മെക്കാനിസം, എങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് അല്ലെങ്കിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു വലിയൊരു ബ്രാഞ്ചാണ് എന്ത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളെ ചുറ്റുപോറും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ എല്ലാം സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. എന്താണ്? തീർച്ചയായിട്ടും ഡിഫറെന്റ് റേറ്റ്സിലാണ് നമുക്ക് ചുറ്റോറുള്ള റിയാക്ഷൻസ് നടക്കുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഒരു ഇരുമ്പ് തുരുമ്പിക്കാൻ എടുക്കുന്ന ടൈം ആണോ ഒരു പാല് തൈരാവാൻ വേണ്ടി എടുക്കുന്ന ടൈം? അല്ല. രണ്ട് റിയാക്ഷൻസും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് റേറ്റ് ആണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് മെക്കാനിസം ആണ്, അല്ലേ നടക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ, അല്ലെ? ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ്. എനി വൺ ഓഫ് ദ റിയാക്ടന്റ്, അല്ലെ? ഏതെങ്കിലും ഒരു റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ്, ഏതെങ്കിലും ആ റിയാക്ഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിയാക്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ ചേഞ്ച് ഏതനുസരിച്ച്? യൂണിറ്റ് ടൈമിനനുസരിച്ച് ഒരു റിയാക്ടന്റിന്റെയോ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ഒരു റിയാക്ടന്റിന്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു, അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതെന്താ ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഈ എയിൽ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റോഷിയോമെട്രിക് കോഷ്യൻസ് ആണ്. അതായത് ഇത്ര മോൾ എ, ഇത്ര മോൾ എ ബിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സി മോൾസ് ഓഫ് സിയും ഡി മോൾസ് ഓഫ് ഡിയും ഉണ്ടാകുന്നു എന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു റിയാക്ഷനിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രൊഡക്ട്സ്, അതായത് റിയാക്ടൻസിൽ എയോ ബിയോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ സിയോ ഡിയോ, ഇവയുടെയെല്ലാം കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ടൈം പോകുന്നതിനനുസരിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെ നമുക്ക് റേറ്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷനിലെ ചേഞ്ചിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാം? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ,
That means either decrease in the concentration of any one of the reactant in unit time or increase in the concentration of any one of the product in unit time. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റിയാക്ഷൻ ഏതായിരുന്നു? എ പ്ലസ് ബി gives CC പ്ലസ് DD. ഇതാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ ടൈമിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇവരുടെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്? അതായത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനിൽ എന്ത് ചേഞ്ച് വരുന്നു, അതുപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷനിൽ എന്ത് ചേഞ്ച് വരുന്നു നോക്കുക. ഒരു കെമിക്കൽ റിയാക്ഷൻസ് ടൈമിനനുസരിച്ച് നടക്കുമ്പോൾ അവയുടെ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യില്ലേ? ഇല്ലേ? അതുപോലെ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, അല്ലെ? അങ്ങനെയല്ലേ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് തന്നെ നമ്മൾ അറിയുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് അവിടെ പ്രൊഡക്ട്സ് ആയിട്ട് മാറണം. അപ്പോൾ ടൈം കഴിയും തോറും ആ റിയാക്റ്റൻസിന്റെ അളവിൽ ഒരു കുറവ് വരും. അതുപോലെ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷനിൽ എന്ത് വരും? ഒരു ഇൻക്രീസും വരും. അതാണ് ഇവിടെ ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം. ഓക്കെ, either decrease in the concentration of concentration of any one of the reactant, അല്ലെ? ടൈം പോകുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനിലെ ഡിക്രീസോ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? പ്രൊഡക്റ്റ്, അല്ലെ? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ ഇൻക്രീസിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി അടുത്തത്, എന്താണ് ആവറേജ് റേറ്റ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? അതായത് നിങ്ങൾക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷന്റെ ആവറേജ് റേറ്റ് കാണാനും പറയും. ചിലപ്പോൾ ആവറേജ് റേറ്റിന് കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കും. ഇതിലേതാണ് ആവറേജ് റേറ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഏതാണ് ഇതിന്റെ ആവറേജ് റേറ്റ്, അല്ലെങ്കിൽ ഏതാണ് ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഞാൻ ജനറലി നമുക്ക് എടുത്തിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് A plus BB gives CC plus DD. അതാണ് നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ആവറേജ് റേറ്റ്? അപ്പൊ എന്താണ് ആവറേജ് റേറ്റ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ ആവറേജ് റേറ്റ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഒരു റിയാക്ഷന്റെ റേറ്റ് നമ്മൾ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, അതായത് ഇത്ര ടൈം, ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സിൽ ഇതാണ് ആ പർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ഇന്റർവെല്ലിൽ നമ്മൾ പറയുന്ന റേറ്റ് ആണെങ്കിൽ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ പറയുന്ന റേറ്റ്. ഓക്കെ, ആ രണ്ട് ടേംസും തമ്മിൽ മാറിപ്പോകരുത്. ഓൾറെഡി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ പറയുന്ന റേറ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ ആവറേജ് റേറ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ റിയാക്ഷന്റെ ആവറേജ് റേറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തതെന്ന് നോക്കിക്കേ, ശ്രദ്ധിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ A, B, C, D ഇവയൊക്കെ എന്താണ്? ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻസ് ആണ്. അതായത് ഇത്ര മോൾ, ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 moles ഓഫ് A ഒരു 3 moles ഓഫ് B ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 1 mole ഓഫ് സിയും അതുപോലെ തന്നെ 2 moles ഓഫ് ഡിയും ആണ് ഉണ്ടായതെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ ഈ 1, 2, 3, 4 എന്നൊക്കെ ഞാൻ ഡിനോട്ട് ചെയ്തത് എന്തിനെയാണ്? ആ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻസിനെയാണ്. ആ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മനസ്സിലായോ? ആ റെസിപ്രോക്കലിന്റെ ടേംസിലാണ് നമ്മൾ ഇവിടെ ആവറേജ് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നമ്മൾ -1/A എന്നും -1/B എന്നുമാണ് ഇതിനിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിയുടെ കേസിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പ്ലസ് സൈൻ ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
അതെന്തുകൊണ്ടായിരിക്കും അറിയോ? അതായത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്, അതുപോലെ പ്രൊഡക്ട്സിന്റെ സൈഡിലുള്ള കോൺസെൻട്രേഷൻ കൂടുകയാണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സൈൻസ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ ആവറേജ് റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആവറേജ് റേറ്റ് എ എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ ആവറേജ് റേറ്റ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? -1/a ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി, പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലുള്ള ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു, ഈ ബിയും എന്താണ്, നമ്മൾ ടൈമിനനുസരിച്ച് എന്താണ്, കുറയാണ് അല്ലെ, അപ്പൊ മൈനസ് എന്നതിന് സൈന് നമ്മൾ ഇവിടെ ചേർക്കും. -1/b ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു, നമ്മൾ പ്രൊഡക്ട്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്, സൈൻ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. +1/c ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു +1/d ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് റേറ്റ് ഏതൊരു കെമിക്കൽ റിയാക്ഷൻസ് തന്നാലും നിങ്ങൾ അതിന്റെ ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് സെയിം ആണ്, പക്ഷെ ഏതൊരു ടേംസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ഡെറിവേറ്റീവ് ഡി എന്ന ടേംസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പർട്ടിക്കുലർ ആവറേജ് റേറ്റിൽ ഡെൽറ്റയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡി ആണ്, ഡെറിവേറ്റീവ് ആണ്. ഡി എ ബൈ ഡി ടി എന്നാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. വേറെ ഒന്നും മാറ്റമില്ല, വേറെ എല്ലാം റെസിപ്രോക്കൽ, സ്റ്റോഷിയോമെട്രിക് ഓപ്ഷൻസിന്റെ റെസിപ്രോക്കൽ ആണ്. റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് സൈൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ട്സിന്റെ സൈഡിൽ നമ്മൾ പോസിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ജസ്റ്റ് ഇട്ടില്ലാന്നേ ഉള്ളൂ, ജസ്റ്റ് പോസിറ്റീവ് സൈൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ യാതൊരു ഡിഫറൻസ് വരുന്നത് ഇവിടെ ഡി ബൈ ഡി ടി ആണ്, ആവറേജ് റേറ്റിൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ആണ്. ആ ഒരു രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കിയാലോ? ഓക്കെ, അതെ, ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. N2+3H2 gives 2NH3. അമോണിയന്റെ പ്രൊഡക്ഷൻ ആണ് അല്ലെ. ഈ പ്രൊഡക്ഷന് നമ്മളൊരു പേര് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കാറ്റാലിസിസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ അമോണിയന്റെ പ്രൊഡക്ഷൻ ഒരു പേര് പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഹാബേഴ്സ് പ്രോസസ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. ഈ ഹാബേഴ്സ് പ്രോസസ്സിലെ ആവറേജ് റേറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് തനിയെ എഴുതി നോക്കണം. അതുപോലെ എഴുതുന്നത് ക്ലിയർ ആണോ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ എന്താണ് ആവറേജ് റേറ്റ് വരിക? ആവറേജ് റേറ്റ് ഓഫ് റിയാക്റ്റൻസും പ്രൊഡക്ട്സും നമുക്ക് എഴുതണം അല്ലെ. എന്താണ്? ഫസ്റ്റ് ഇവിടെ N2 എന്ന് പറയുന്ന ഈ റിയാക്റ്റന്റ്, നൈട്രജൻ എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ കോഫിഷ്യന്റ് എത്രയാണ് മക്കളെ? എത്രയാണ്? 1 അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ടൈം കഴിയുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണെന്ന് നമുക്ക് ആദ്യം കാണിക്കണം അല്ലെ. അപ്പൊ അതിന് നെഗറ്റീവ് ഇടും അല്ലെ. എന്നിട്ടോ 1 ആണ് ഓൾറെഡി സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് അല്ലെ. അപ്പൊ 1/1 എന്ന് പറയുന്നത് ഓൾറെഡി 1 ആണ്. അപ്പൊ ആവറേജ് റേറ്റിനെ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ അല്ലെ. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ഡെൽറ്റ ടി അല്ലെ ഇസ് ഈക്വൽ ടു, എന്താണ് അടുത്തത്? ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് എന്താണ്? 3 ആണ് അല്ലെ. അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം, അതുപോലെ ഡിക്രീസ് ചെയ്യുകയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് സൈൻ ഇടുന്നു. 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ ടി അല്ലെ ഈക്വൽ ടു, പ്രൊഡക്ട്സിന്റെ സൈഡിലേക്ക് നമ്മൾ വന്നു അല്ലെ. അപ്പൊ സൈൻ എന്തായിരിക്കും അവിടെ? പോസിറ്റീവ് സൈൻ ആണ് അല്ലെ. അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലെ. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതണം. ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ എന്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? നമ്മളവിടെ ഡി ആണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഡെൽറ്റയ്ക്ക് പകരം ഡി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
minus d into N2 by dt equal to minus 1 by 3 d into H2 concentration by dt. കോൺസെൻട്രേഷനെയാണ് കേട്ടോ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു 1 by 2 into d NH3 by dt. അപ്പൊ ഏതൊരു കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് തന്നാലും എന്താണ് അതിന്റെ ആവറേജ് റേറ്റ്, എന്താണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ഇത് രണ്ടും എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെ. റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് നമ്മളെ റേറ്റ് എങ്ങനെയാ പറയുന്നത്? റേറ്റ് ഓൾറെഡി എന്താണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ either decreasing the concentration of any one of the reactant per unit time or increasing the concentration of any one of the product per unit time അല്ലെ. അപ്പോൾ റേറ്റിനെ പൊതുവെ നമ്മൾ എന്താണ് റേറ്റ് പൊതുവെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മോൾ പെർ ലിറ്റർ അല്ലേ. മോൾ പെർ ലിറ്ററിന് നമ്മൾ എങ്ങനെ എഴുതാം? മോൾ ലിറ്റർ ഇൻവേഴ്സ് എഴുതി കൂടെ പെർ സെക്കൻഡ് അല്ലെ. പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെ. പെർ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇതാണ് റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെ. ഫോർ ഗേഷ്യസ് റിയാക്ഷൻസ്, അത് ഗേഷ്യസ് റിയാക്ഷൻസ് ആണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ എന്ന ടേമിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? പ്രഷർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രഷറിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? ATM, അറ്റ്മോസ്ഫിയർ അല്ലെ. അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് ആണ് ഇവിടെ വരിക. കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ പ്രഷർ എന്തിലാണ്? അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ATM ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മാറിപ്പോകരുത്. അപ്പോൾ ഗേഷ്യസ് റിയാക്ഷൻസ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം മാത്രം യൂണിറ്റ് അതിന്റെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങളെ ട്രിക്കി ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു റിയാക്ഷൻ തരും, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചാടി എടുത്ത് യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എടുക്കരുത്. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിരിക്കും. ഗേഷ്യസ് റിയാക്ഷൻസ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തിലാണ് വരിക? അറ്റ്മോസ്ഫിയർ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മളെ കെമിക്കൽ റിയാക്ഷൻസിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഒബ്വിയസ്ലി നമ്മൾ പറയുന്നത് റേറ്റ് എന്തിന്റെ ടേംസിലാണ്? കോൺസെൻട്രേഷന്റെ ടേംസിലാണ്. അപ്പൊ എന്തായാലും എന്താണ് റേറ്റിനെ റേറ്റ് കോൺസെൻട്രേഷനും റേറ്റും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട് അല്ലെ. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തുമായിട്ട്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റുമായിട്ട് ഡയറക്ട്ലി ആണ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അതായത് റേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് കൂടും? റേറ്റ് കൂടും അല്ലെ. ഓൺ ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ഫാക്ടർ ആണ് എന്ത്? ടെമ്പറേച്ചർ. The rate of chemical reaction increases with rise in the temperature അല്ലെ. റേറ്റ് എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യാണ് വിത്ത് റൈസ് ഇൻ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. വി ഹാവ് ഓഫൺ സീൻ മിൽക്ക് ബോയിലിംഗ് ഓൺ എ ഗ്യാസ് സ്റ്റവ്. ദ റേറ്റ് അറ്റ് വിച്ച് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ബോയിൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലെയിം ഓഫ് സ്റ്റവ് അല്ലെ. If the flame height is maximum, the milk boils in less time, and if the flame height is minimum, the milk takes more time to boil. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഗ്യാസ് സ്റ്റവിൽ ഒരു പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ എന്തായിരിക്കും? പാല് പെട്ടെന്ന് തിളച്ച് കിട്ടും അല്ലെ. ഫ്ലെയിം കുറയ്ക്കുകയാണെങ്കിലോ നമ്മളെ പാല് തിളയ്ക്കാൻ എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്നാണ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂടുന്നു ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ കുറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് കുറയുന്നു. ഓക്കെ,
The rate of chemical reaction increases with rise in temperature because heating provides reactant molecules with more kinetic energy, causing them to collide more frequently and with a greater force which exceed the activation energy, minimum amount of energy required by the reactants to start a chemical reaction. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളുടെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് മോളിക്യൂൾസും ബി എന്ന് പറയുന്ന റിയാക്റ്റന്റ് മോളിക്യൂൾസും ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർ തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള റിയാക്ഷൻസ് സക്സസ് ആവണമെങ്കിൽ എന്ത് വേണം? ഇവർക്കൊരു മിനിമം ഒരു ആക്ടിവേഷൻ എനർജി വേണം. ഇവർക്ക് രണ്ടു പേർക്കും എന്ത് വേണം? ആക്ടിവേഷൻ എനർജി വേണം. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ആ കെമിക്കൽ റിയാക്ഷനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അതായത് ഈ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷൻസ് നടക്കണമെങ്കിൽ എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം, മിനിമം കൈനറ്റിക് എനർജി വേണം. ആ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചൂടാക്കുമ്പോൾ ഇവരുടെ ഈ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും? ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ്, നിങ്ങൾക്കറിയാം, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. മോളിക്യൂൾസ് തമ്മിൽ ശക്തിയായിട്ട് കൊളീഷൻ നടക്കും. ആ കൊളീഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്ത് മ്യൂച്വൽ കൊളീഷൻ നടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ആക്ടിവേഷൻ എനർജി അവർ അറ്റൈൻ ചെയ്തിരിക്കണം അല്ലെ. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ആ കെമിക്കൽ റിയാക്ഷൻ സക്സസ് ആവാൻ വേണ്ടി ആ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് വേണ്ട ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ആ ആക്ടിവേഷൻ, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ആക്ടിവേഷൻ എനർജി കിട്ടും. അവർ വളരെ പെട്ടെന്ന് തന്നെ ആ ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യും. എന്നിട്ടോ അവർ തമ്മിൽ എന്തായും മോർ ഫ്രീക്വന്റ്ലി അവരെന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? കെമിക്കൽ റിയാക്ഷൻസ് പെട്ടെന്ന് തന്നെ നടക്കും, അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അത്രയേ ഉള്ളൂ. നമ്മൾ ടെമ്പറേച്ചറിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമ്മൾ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിൽ അവർക്ക് ആക്ടിവേഷൻ എനർജി പെട്ടെന്ന് തന്നെ അവർക്ക് ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ഫലമായിട്ട് അവർ ഫ്രീക്വന്റ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. എന്നതിന് ശേഷം നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കും. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. For a chemical reaction with a rise in temperature by 10 degrees Celsius or 10 K, the rate constant K is nearly doubled. ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 30 കെൽവിൻ ടെമ്പറേച്ചറിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസ്, അതായത് 10 ഡിഗ്രി ഓർ 10 കെൽവിൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും? ഡബിൾ ആവും, നിയർലി ഡബിൾ. അതായത് 2 എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിവേഴ്സ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 കെൽവിൻ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ റേറ്റ് കോൺസ്റ്റന്റ് എന്താവും? ഡിക്രീസ് ആവും, ഹാഫ് ആയിട്ട് മാറും എന്നാണ് ഈ 2 പോയിന്റ്സ് പറയുന്നത്. അടുത്ത, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി അക്യുറേറ്റ്ലി എക്സ്പ്ലെയിൻഡ് ബൈ അരീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചറും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തമ്മിൽ ഡിപ്പെൻഡൻസ് പറയുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് അരീനിയസ് ഇക്വേഷൻ. അതെന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതാണ് അരീനിയസ് ഇക്വേഷൻ. നോക്കിക്കേ, K ഈക്വൽ ടു A e raised to minus EA by RT. K എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ, റേറ്റ് കോൺസ്റ്റന്റ്.
അപ്പോൾ അതിനെയാണ് നമ്മൾ അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. K ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എ എന്ന് പറയുന്നത് എന്താണ്? അരീനിയസ് ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ എന്നാണ് എനെ പറയുന്നത്. ഇ എ എന്ന് പറയുന്നതാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, ആക്ടിവേഷൻ എനർജി. ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 8.314 ആണ്. ജൂൾ പെർ മോൾ കെൽവിൻ ആണ് എന്ത്? നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അതുപോലെ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് കേട്ടോ. കെൽവിനിലുള്ള ടെമ്പറേച്ചറിനെയാണ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചറും റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള കണക്ഷൻ പറയുന്ന ഇക്വേഷന്റെ പേരാണ് എന്ത്? അരീനിയസ് ഇക്വേഷൻ. ഇവിടെ ഈ ഒരു ഇക്വേഷൻ പ്രത്യേകം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത ഇവാലുവേഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി. നമുക്ക് തന്ന ഈ ഒരു അരീനിയസ് ഇക്വേഷൻ ഇല്ലേ, ഈ ഒരു അരീനിയസ് ഇക്വേഷനിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി K1 K2 എന്ന റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് T2, അതായത് നമുക്ക് ഒരു റേറ്റ് നടക്കുകയാണ്, ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് ആണ് R ഈക്വൽ ടു K ഇൻറ്റു എ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് വിചാരിക്കാം. അതുപോലെ വേറൊരു റിയാക്ഷൻ ആണ് R2 ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് റിയാക്ഷൻ നടക്കുന്നത്, ഈ ഫസ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് ടെമ്പറേച്ചർ T1ഉം സെക്കൻഡ് റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ T2 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേഷൻ ആക്ടിവേഷൻ എനർജി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ നോക്കുന്നത്. ലോഗ് K2 ബൈ K1 ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ T2 മൈനസ് T1 ബൈ T1 T2. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലംസിന്റെ സെക്ഷനിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണം ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്ന വൺ ഓഫ് ദ ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഓരോ ടേംസും എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ അതിന്റെ കൺവേർഷൻസ് വരാം. ടെമ്പറേച്ചർ ചിലപ്പോൾ എന്താണ്, നമ്മൾ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ചോദിച്ചിരിക്കുക, തന്നിരിക്കുക നമുക്ക് ക്വസ്റ്റ്യനിൽ. അതിനെന്തായിട്ട് മാറ്റണം, കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാം. അപ്പോൾ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഒരു ഫാക്ടറാണ് പ്രഷർ. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗ്യാസസ്, അതായത് ഗേഷ്യസ് റിയാക്ടൻസ് ഉള്ള റിയാക്ഷൻസിലായിരിക്കും നമുക്ക് പ്രഷർ എന്ന ടേം വരിക. ഫാക്ടേഴ്സിൽ പ്രഷർ എന്ന ടേം വരുന്നത് എപ്പോഴാണ്? ഗേഷ്യസ് റിയാക്ഷൻസിലായിരിക്കും. അപ്പൊ നോക്കാം, ഓൺ ഇൻക്രീസിംഗ് ദ പ്രഷർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താലും നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആസ് യു ഇൻക്രീസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് യു ഡിക്രീസ് ഇറ്റ്സ് വോളിയം while the number of particles n remains unchanged. Therefore, increasing pressure increases the concentration of the gas n by V and ensures that the gas molecules collide more frequently. ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഒരു ഗേഷ്യസ് റിയാക്ടൻസ് തമ്മിലുള്ള റിയാക്ഷൻ നടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു അല്ലെ. നമ്മൾ ഇതിലേക്ക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്തു അല്ലെ. പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ദ മോളിക്യൂൾസിനെയാണ് എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ നമ്പർ ഓഫ് മോളിക്യൂൾസിന് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരു റിയാക്ഷനിൽ ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല പ്രഷർ ഇൻക്രീസ് ചെയ്താൽ. പക്ഷെ എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ വോളിയത്തിൽ വ്യത്യാസം വരുന്നില്ലേ? ഇല്ലേ? ഒരു യൂണിറ്റ് വോളിയത്തിൽ വരുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെയാണോ കൂടുതലാവുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കോഴ്സ് ഏതിലായിരിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ യൂണിറ്റ് വോളിയത്തിൽ വരുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പൊ എന്താണ് അത്? കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലായിരിക്കും. അതായത് മോളിക്യൂൾസ് വളരെ അടുത്തായിരിക്കും ഇവിടെ നിൽക്കുന്നത് അല്ലെ. ആ മോളിക്യൂൾസ് വളരെ അടുത്തായത് കൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് പെട്ടെന്ന് നല്ല എഫക്റ്റീവ് കൊളീഷൻസ്, അവർ തമ്മിൽ എഫക്റ്റീവ് കൊളീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും അവിടെ ചാൻസ് ഉണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്താണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതിനനുസരിച്ച് നമ്മുടെ പാർട്ടിക്കിൾസ് അടുത്തടുത്താണ് പ്ലേസ് ചെയ്തിരിക്കുക. അടുത്തടുത്ത് വരുമ്പോൾ അവർ തമ്മിലുള്ള കൊളീഷൻസ് എഫക്റ്റീവ് ആവും, വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ സാധിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ റേറ്റും അതിനനുസരിച്ച് കൂടും. ഓക്കെ, നെക്സ്റ്റ്
നേച്ചർ ഓഫ് ദ റിയാക്ടൻസ് അടുത്ത ഫാക്ടറാണ് നേച്ചർ ഓഫ് ദ റിയാക്ടൻസ്. നേച്ചർ ഓഫ് ദ റിയാക്ടൻസ് എങ്ങനെയാണ് നമ്മളെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ദ നേച്ചർ ഓഫ് ദ റിയാക്ടൻസ് സിഗ്നിഫിക്കലി ഇമ്പാക്ട്സ് ദ റിയാക്ഷൻ റേറ്റ് വിത്ത് ഫാക്ടേഴ്സ് ലൈക്ക് ഫിസിക്കൽ സ്റ്റേറ്റ്, പാർട്ടിക്കിൾ സൈസ്, കെമിക്കൽ ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ടൈപ്പ് ഓഫ് ബോണ്ടിങ്. അതായത് ഒരു റിയാക്ടന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെയും അതിന്റെ റിയാക്ടന്റിന്റെ പാർട്ടിക്കിൾ സൈസിനെയും കെമിക്കൽ ബോണ്ടിനെയും ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിനെയൊക്കെ അനുസരിച്ച് നമ്മൾ റിയാക്ഷൻ റേറ്റിൽ ഡിഫറൻസ് വരും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാണ്, സ്മോളർ പാർട്ടിക്കിൾസ് ആൻഡ് മോർ റിയാക്റ്റീവ് സബ്സ്റ്റൻസസ് ലൈക്ക് അയോണിക് കോമ്പൗണ്ട്സ് ജനറലി ലീഡ് ടു ഫാസ്റ്റർ റിയാക്ഷൻസ്. അല്ലെ, അയോണിക് കോമ്പൗണ്ട്സ് ഉള്ള റിയാക്ടൻസ് ആണെങ്കിൽ, അയോണിക് കോമ്പൗണ്ട്സ് എന്താണ്, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസിനാണ് അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് അല്ലെ. അതുപോലെ ആ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അവരുടെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ഫാസ്റ്റർ ആയിരിക്കും അല്ലെ. അവരുടെ റേറ്റ് എന്തായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും, റേറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലെ. വൈൽ ദ കെമിക്കൽ നേച്ചർ ഓഫ് ദ ബോൺസ് ഇൻവോൾവ് ബ്രേക്കിംഗ് വീക്കർ ബോൺസ് ഈസ് ഫാസ്റ്റർ. അവർ തമ്മിൽ വീക്കർ ബോൺസ് ആണ് ഉള്ളതെങ്കിലോ അപ്പോഴും എന്താണ്, അവർ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ചെയ്യും. അതുപോലെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെ, ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഫാസ്റ്റർ ആവാൻ ഫിസിക്കൽ സ്റ്റേറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. എന്താണ് അത്, ഗേഷ്യസ് റിയാക്ടൻസ് ആണെങ്കിൽ അവർ കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻസ് നടത്തും ദാൻ ലിക്വിഡ് റിയാക്ടൻസ് ദാൻ സോളിഡ് റിയാക്ടൻസ് അല്ലെ. കാരണം എന്താ, ഗേഷ്യസിലാണെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും, വീക്കർ ആയിരിക്കും അല്ലെ, ദാൻ ലിക്വിഡ് അല്ലെ. ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ ബോൺസ് കണ്ടുവരുന്നത് ഏതിലാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസിനാണ് അല്ലെ. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത്, ഗേഷ്യസ് റിയാക്ടൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടർ. അടുത്ത ഫാക്ടറാണ്, അഞ്ചാമത്തെ ഫാക്ടറാണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ ഫാക്ടറിനെ പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, ദെൻ പ്രഷർ പറഞ്ഞു, അതുപോലെ നേച്ചർ ഓഫ് ദ റിയാക്ടൻസ് പറഞ്ഞു. ഇപ്പൊ ദ സർഫസ് ഏരിയ ഓഫ് ദ റിയാക്ടൻ അല്ലെ. എന്താണ് സർഫസ് ഏരിയ, എങ്ങനെയാണ് സർഫസ് ഏരിയ അതിനെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, the rate of a chemical reaction can be raised by increasing the surface area of a solid reactant. This is done by cutting the substance into small pieces or by grinding into a powder. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട്ടിലൊക്കെ അടുപ്പിൽ വിറക് വെക്കും അല്ലെ. വിറക് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് വെക്കുമ്പോഴാണോ അതോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴാണോ, എപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്നത് ഏതിനായിരിക്കും അല്ലെ. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ വിറകുകൾ മുറിച്ച് വെക്കുമ്പോഴാണ് അവ പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻ, കമ്പസ്റ്റൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏർപ്പെടുന്നത് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റുമ്പോൾ അവരുടെ സർഫസ് ഏരിയ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ മോളിക്യൂൾസ്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോളിക്യൂൾസിന് ആ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അതിന്റെ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ലാർജ് പീസസ് ആണെങ്കിൽ അവയ്ക്ക് എന്തായിരിക്കും, സ്മോൾ സർഫസ് ഏരിയ ആയിരിക്കും. അതുപോലെ സ്മോൾ പീസസ് ആണെങ്കിൽ അതിന് ലാർജ് സർഫസ് ഏരിയ ആയിരിക്കും. ഓക്കെ, ഇതിലൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ വീട്ടിലെ വിറക് കത്തിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് മാറുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറവായിരിക്കും, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ, next, if the surface area of the reactant is increased, more particles are exposed to the other reactant അല്ലെ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ്, അതിൻ്റെ ഉള്ളിലും ഒരുപാട് റിയാക്ടൻസ് എന്തായിരിക്കും, എക്സ്പോസ് ചെയ്യുന്നത്. ദർ ഇസ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് പാർട്ടിക്കിൾസ് കൊളൈഡിങ് വിച്ച് ലീഡ്സ് ടു മോർ സക്സസ്ഫുൾ പൊല്യൂഷൻസ് പെർ സെക്കൻഡ്. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് സോളിഡ് റിയാക്ടൻസിന്റെ കേസിൽ അല്ലെ. ലാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ലാർജ് സർഫസ് ഏരിയ ആയിരിക്കും, സ്മോൾ പാർട്ടിക്കിൾസ് വീണ്ടും ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആവുന്നതിനനുസരിച്ച് അവരുടെ സർഫസ് ഏരിയ എന്ത് ചെയ്യും, കൂടും, റേറ്റും കൂടും. ഓക്കെ, കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.